വേദപുസ്തകത്തിലെ 66 പുസ്തകത്തിൽ വളരെ എൻ്റെ ഭാഷ തലകെടുപ്പോടെ നിൽക്കുന്നൊരു പുസ്തകമാണ് സങ്കീർത്തന പുസ്തകം. മോശയുടെ പഞ്ചഗ്രന്ഥം പോലെ സങ്കീർത്തന പുസ്തകത്തെ 5 പുസ്തകങ്ങളായിട്ടാണ് തരംതിരിച്ച് പഠിക്കുന്നതും പഠിപ്പിക്കുന്നതും. ഇതിലെ സിംഹഭാഗ സങ്കീർത്തനങ്ങളും നമുക്കറിയാം, നിങ്ങൾക്കറിയാം, ദാവീദിനാൽ എഴുതപ്പെട്ട സങ്കീർത്തനങ്ങളാണ്. പ്രിയ പൗലോസ് സാറൊക്കെ നന്നായിട്ട് ഇതൊക്കെ പറയുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന ആൾക്കാരാണ്. ഈ 150 സങ്കീർത്തനങ്ങളിൽ ഏതാണ്ട് 100ഓളം സങ്കീർത്തനങ്ങളും ദാവീദിനാൽ എഴുതപ്പെട്ട സങ്കീർത്തനങ്ങളാണ്. പിന്നീടുള്ള സങ്കീർത്തനങ്ങളെ ആസാഫ് എഴുതിയ സങ്കീർത്തനമുണ്ട്. ലേവി ഗോത്രത്തിൽ കോരയ്ക്ക കുലത്തിൽ ബേരയ്ക്കാവിൻ്റെ മകനാകുന്ന ആസാഫിനാൽ എഴുതപ്പെട്ട സങ്കീർത്തനങ്ങൾ. യദുദൂൻ ചമച്ച സങ്കീർത്തനവും ഇതിനകത്ത് ചെലുത്തിയിട്ടുണ്ട്. ശലോമോനാൽ എഴുതപ്പെട്ടതായ സങ്കീർത്തനവും ഇതിന് അകത്ത് നമ്മൾ കാണുന്നുണ്ട്. കോരഹിന്റെ പുത്രന്മാര് 3 പേര്, അസൂർ, എൽക്കാന്, അബിയാസാബ്. പുറപ്പാട് 6:24 3 പേരുകൾ പരാമർശിക്കുന്നുണ്ട്. എടുത്തെങ്കിൽ ഒന്ന് പെട്ടെന്ന് വായിച്ചു. 6:24 പുറപ്പാട്. കോരഹിന്റെ പുത്രന്മാർ അസൂർ, എൽക്കാന, അബിയാസാബ്. കോരഹിന്റെ പുത്രന്മാര് അസൂർ, എൽക്കാന്, അബിയാസാബ് 3 പേര്. അപ്പൊ ഇവര് ചേർന്ന് ചില സങ്കീർത്തനങ്ങൾ പാടി ദൈവത്തെ മഹത്വപ്പെടുത്തി. ഇസ്രായേലിലെ പ്രഥമ മഹാപുരോഹിതനാകുന്ന അഹറോന്റെ നിര്യാണത്തോടുള്ള ബന്ധത്തിൽ അഹറോന്റെ അനുജനാകുന്ന പഴയ നിയമത്തിന്റെ മധ്യസ്ഥനാകുന്ന മോശയുടെ വളരെ വിലപ്പെട്ട പ്രാർത്ഥനയാണല്ലോ 90-ാം സങ്കീർത്തനം. കുടുംബ പ്രാർത്ഥനയ്ക്ക് ഇത് മിക്കവരും വായിക്കാറില്ല. 91 മിക്കവരും വായിക്കുന്നത്. എന്നാൽ 90-ാം സങ്കീർത്തനം മോശയുടെ പ്രാർത്ഥന വളരെ അർത്ഥസമ്പുഷ്ടമായ വരികളും വാക്കുകളുമാണ്. 91-ാം സങ്കീർത്തനത്തെ പറ്റി വേദപണ്ഡിതാക്കളിൽ ചിലർ പറയുന്നത് യോശുവ എഴുതിയ സങ്കീർത്തനമാണ്. അങ്ങനെ സങ്കീർത്തനങ്ങളുടെ നീണ്ട പട്ടിക, പേര് പറയാത്ത സങ്കീർത്തനങ്ങളുണ്ട്. നമുക്കറിയാം, സങ്കീർത്തനം പഠിപ്പിക്കുന്നവർ പറഞ്ഞ് പഠിപ്പിക്കാറുണ്ട്. അജ്ഞാത സങ്കീർത്തനം, ആരോഹണ സങ്കീർത്തനം, അവരോഹണ സങ്കീർത്തനം, ശാപസങ്കീർത്തനങ്ങൾ, മശീക സങ്കീർത്തനങ്ങൾ, ഇടയ സങ്കീർത്തനങ്ങൾ, പ്രേമ സങ്കീർത്തനങ്ങൾ, പിന്നെ ഇരട്ട സങ്കീർത്തനങ്ങൾ. ഇങ്ങനെ സങ്കീർത്തനങ്ങളുടെ വളരെ പട്ടികയുണ്ട്. നമ്മൾ ഇന്ന് രാത്രി വായിച്ചത് 2-ാം സങ്കീർത്തനം 12-ാം വാക്യമാണ്. ഈ 2-ാം സങ്കീർത്തനം 12-ാം വാക്യത്തിൽ അവൻ കോപിച്ചിട്ട് നിങ്ങൾ വഴിയിൽ വെച്ച് നശിക്കാതിരിപ്പാൻ പുത്രനെ ചുംബിക്കണം. ഈ 2-ാം സങ്കീർത്തനം ആരാണ് എഴുതിയത് എന്ന് വ്യക്തമായ തെളിവ് അതിൻ്റെ തലക്കെട്ടില്ല. എന്നാൽ തിരുവെടുത്ത് പരിശോധിക്കുമ്പോൾ പഠിക്കുമ്പോൾ ഈ സങ്കീർത്തനം എഴുതിയത് ദൈവത്തിൻ്റെ ദാസനായ ദാവീദാണ് ഈ സങ്കീർത്തനം എഴുതിയത് എന്ന് വ്യക്തമായ തെളിവുണ്ട്. ആദിമസഭയ്ക്ക് പീഡയുണ്ടായി. ആ പീഡയുണ്ടായപ്പോൾ ആദിമസഭ ഒരുമനപ്പെട്ട് പ്രാർത്ഥിച്ചപ്പോൾ 2-ാം സങ്കീർത്തനം ഉരുവിട്ടാണ് പ്രാർത്ഥിച്ചത്. പ്രാർത്ഥിക്കുന്നവരോടൊരു കാര്യം പറയാം, വിശേഷിച്ച് ദൈവമക്കൾ പ്രാർത്ഥിക്കുമ്പോൾ സന്ദർഭോചിതമായിട്ട് വാക്യങ്ങൾ ഉരുവിട്ട് പ്രാർത്ഥിക്കണം. അതിന് വചനം പഠിക്കണം. നമുക്ക് ആ കൂടെ 3 വാക്യം മിക്കവർക്കറിയാം. സഭായത്തിനാന്നിലല്ലേ എന്മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവാന്ത അങ്ങ് പൊളിക്കാവാ. അത് തെറ്റാന്നല്ല, നല്ല വാക്യമാണ്. പിന്നെ ഞാൻ എൻ്റെ കണ്ട പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, അത് നല്ല വാക്യമാണ്, അത് കുഴപ്പമില്ല. പിന്നെ പറയും മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ. ഇത് കഴിഞ്ഞ പഞ്ചായത്ത് മെമ്പറെ കാണാനും ഇരിക്കുക. അപ്പൊ ഇങ്ങനെ 3-4 വാക്യങ്ങൾ. പിന്നെ ചില ബന്ധുക്കോസുകാര് കൊള്ളിച്ച് പറയും, യഹോവ എന്നോട് വാദിക്കുന്നവരോട് അമ്മായിയമ്മ മരുമകളെ നോക്കി, മരുമകൾ അമ്മായിയമ്മയെ നോക്കി, ഈ വീട്ടുകാർ ആ വീട്ടുകാരെ നോക്കിയൊക്കെ കൊള്ളിച്ച് പ്രാർത്ഥിക്കും. ഇങ്ങനെ ഏതാനും ചില വാക്യങ്ങൾ വർഷങ്ങളായിട്ട് പഠിച്ചു വച്ചിരിക്കുക. ഇതെല്ലായിടത്തും അങ്ങ് ഇറക്കുക. എന്നാൽ തിരുവെടുത്ത് നന്നായിട്ട് പഠിച്ച് ഹൃദയത്തിൽ സംഗ്രഹിച്ച് അത് ദൈവ നടത്തിപ്പിൽ സന്ദർഭോചിതമായിട്ട് വാക്യങ്ങൾ ഉരുവിട്ട് ഉച്ചരിച്ച് പ്രാർത്ഥിച്ചാൽ വചനത്തിന് ശക്തിയുണ്ട്. അവൾ ആദിമസഭയ്ക്ക് പീഡയുണ്ടാകാൻ കാരണം സുന്ദരമെന്ന ദേവാലയ ഗോപുരത്തിൽ നിന്ന് മുടത്തൻ സൗഖ്യമായി. പത്രോസ് യോഹന്നാനോട് കൂടെ അവനെ ഉറ്റുനോക്കി, 2 പേരൂടെ. അതാ ശുശ്രൂഷയുടെ ഐക്യതയാണ്. അതുകൊണ്ട് അവന് സൗഖ്യവും കിട്ടി. ഇന്ന് എല്ലാവരും ഒറ്റയ്ക്ക് നോക്കാൻ നടക്കുക. 2 പേരോട് ഒന്നിച്ച് നോക്ക്. എല്ലാവരും ഒറ്റക്കണ്ണന്മാരാ. ഒരു ഒറ്റക്കണ്ണൻ ചോർച്ചാനുണ്ടായിരുന്നു. കണ്ടാ തോന്നും 2 കണ്ണും കാണാന്ന്, പക്ഷെ ഒറ്റക്കണ്ണേ കാണാം. ഇങ്ങനെ നോക്കും. അപ്പം ഒറ്റയ്ക്ക് നോക്കിയാലൊന്നും നടക്കില്ല.
ശുശ്രൂഷയുടെ ഐക്യതയാണ്. ഇന്ന് ഞാൻ സഹിതം പലരും പറയും, കർത്താവേ വേവ്കുട്ടി നോക്കുമ്പോൾ ഒന്നും നടക്കരുത്. ഞാൻ നോക്കുമ്പോൾ എല്ലാം അതുകൊണ്ടൊന്നും നടക്കുന്നില്ല, വേവ്കുട്ടി നടക്കുന്നില്ല, പുള്ളി നടക്കുന്നില്ല. പത്രോസ് യോഹന്നാനോട് കൂടെ അവനെ ഉറ്റുനോക്കിയ അവനോട് പറഞ്ഞു, നീ ഞങ്ങളെ, അത് വലിയ പ്രാഗൽഭ്യം ഉണ്ടല്ലോ കോള്, നീ ഞങ്ങളെ, നമ്മളാരും അത് പറഞ്ഞു, നമ്മളെല്ലാം പറഞ്ഞ് മേളോട്ട് നോക്കിക്കോണേ, ഷീറ്റ് കാണുന്നുണ്ട്, അല്ല എന്നെ കാണാനാ, ഞങ്ങളെ നോക്കാനും ഉണ്ട്, നോക്കിയാൽ പലതും പഠിക്കാനും ഉണ്ടതാ, നീ ഞങ്ങളെ നോക്കേ, യേശുവിന്റെ നാമത്തിൽ എഴുന്നേക്കാൻ പറഞ്ഞു. അന്നേരം സൗഖ്യമായവൻ തുള്ളി ചാടി പള്ളിക്കകത്ത് ചെന്നു. അവനെ തുള്ളിച്ചൊന്നുമില്ല, അവൻ തുള്ളിക്കോളും. ഇപ്പം നമ്മൾ എല്ലാവരെയും അങ്ങ് തുള്ളിപ്പിക്കുക. ഈ തുള്ളൽ പ്രസ്ഥാനം കുഞ്ചൻ നമ്പ്യാരുടെയാണ്, ഒറ്റ രാത്രി കൊണ്ടുണ്ടാക്കിയതാണ്. അമ്പലപ്പുഴ ക്ഷേത്രത്തിലെ മിഴാവ് കൊട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. ചാക്യാർ കൂത്ത് പറയുമ്പം പാവത്താൻ ഉറങ്ങിപ്പോയി. അപ്പം ചാക്യാർ പുള്ളിയെ ആക്ഷേപിച്ച് സദസ്സ് വെച്ച് പരിഹസിച്ചു. ദുഃഖവും അരിശവും മനോവേദന എല്ലാം കൂടെ വർദ്ധിച്ചപ്പോൾ പുള്ളി അവിടെ പോയിരുന്ന കല്യാണ സൗഗന്ധികം രാത്രി എഴുതി ക്രമപ്പെടുത്തി. പിറ്റേന്ന് അപ്പുറേ ചാക്യാർ ആലമ്പലത്തിൽ കൂത്ത് കാണുമ്പോൾ പുള്ളി ഇപ്പറ ഇരുന്ന് തുള്ളൽ പ്രസ്ഥാനത്തിന് ആരംഭം കുറിച്ചു. കല്യാണ സൗഗന്ധികം, നോക്കടാ നമ്മുടെ മാർഗ്ഗേ കിടക്കുന്ന മർക്കടാ നീ അങ്ങ് മാറിക്കിടാശടാ ദുർഘട സ്ഥാനത്ത് വന്ന് കിടക്കുവാൻ പഠിച്ചില്ലയോ, മർക്കടാ എന്ന് അങ്ങ് ആക്ഷേപിച്ചു. പുള്ളിയും തലേന്ന് അങ്ങനെ തന്നെ. അപ്പം അതിന് പുള്ളി മറുകണ്ഠം പൂട്ടി. മുഷ്കരന്മാരുണ്ട്, പണ്ടോരു മർക്കടത്താനല്ലയോ പാന്തികണ്ഠനെന്നുണ്ടായ നക്തൻ ചരേന്ദ്രനെ വാലുകൊണ്ട് ആശു വരഞ്ഞു കെട്ടി സദാ 4 സമുദ്രങ്ങൾ ചാടിക്കിടന്നും മറ്റൊരു ദേഹം മകവാരി രാശിയെ സത്വരം ചാടിക്കിടന്ന് ഞാൻ അജ്ഞസാശങ്ക കൂടാതെ നിശാചരവീരന്റെ ലങ്കയിൽ പുക്ക് ഭയങ്കരന്മാരായ കിങ്കരന്മാരെ പലരെ വധിച്ചതും തൻ കേളികാനനം തല്ലിത്തകർത്തതും ഹുങ്കാരമോട് രണത്തിനൊരുങ്ങിയ ലങ്കേശപുത്രന്റെ കണ്ടം മുറിച്ചതും കൊള്ളിച്ചങ്ങോട്ട് എഴുതി. പങ്കേരുകാക്ഷിയാം വൈദേഹി തന്നോട് സങ്കലേശമെല്ലാം പറഞ്ഞു കളഞ്ഞതും യുദ്ധത്തിനെത്തിയ നക്തൻ ചരേന്ദ്രന്റെ തേർത്തട്ടിലമ്മാർ ചാടിക്കരയിട്ട് ചണ്ടമായുള്ള ഒരു പാണീതലം കൊണ്ട് ഖണ്ഡസ്ഥലങ്ങളിൽ താടനം ചെയ്തതും മാനമുള്ള ആളുകൾ ഞങ്ങളുടെ ജാതിയിൽ ഞാൻ അറിയുന്നോർ പലരുണ്ട് പാണ്ഡവ. ഇത് പുള്ളി അങ്ങോട്ട് നല്ല വൃത്തത്തിൽ അങ്ങോട്ട് ചെമ്പം ചാക്യാറിൻ്റെ അവിടെ ഇരുന്ന ആൾക്കാരെല്ലാം കൂടെ ഇവിടെ. പിന്നെ തുള്ളലിൻ്റെ അയ്യര് കളിയായിരുന്നു. അപ്പം ഇത് കുഞ്ഞൻ നമ്പി ആരായി നമ്മൾ സ്കൂളിൽ പഠിച്ചതാ. തുള്ളൽ പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ് ആര്? അപ്പം ആനുസർ പഠിച്ച പിള്ളേര് കലക്കത്ത് കുഞ്ഞൻ നമ്പി ആര്? തുള്ളൽ എത്ര മെസ്സേജ് വന്നിരിക്കുക, ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്താ ഒറ്റ രാത്രി കൊണ്ട് ഷെയറിന്റെ വില ഡബിൾ ആകുന്നു. ഡൗൺലോഡ് ചെയ്യൂ, പണം നഷ്ടപ്പെടണമെങ്കിൽ. ഡോക്ടർ രോഗികുമാർ MBBS മണ്ടനല്ല. ഓർമ്മിക്കൂ, UPI പറയുന്നു. ആരെങ്കിലും എളുപ്പത്തിൽ പണം ഉണ്ടാക്കാൻ പ്രലോഭിപ്പിച്ചാൽ പറയൂ, ഞാൻ മണ്ടനല്ല. വന്നു കഴിയുമ്പോൾ നീ നൃത്തം ചെയ്ത് ദൈവത്തെ ആരാധിക്കും. അതിന് ഇളക്കമൊന്നും വേണ്ട. സൗഖ്യം പ്രാപിച്ചവൻ തുള്ളിച്ചാടി ദൈവാലയത്തിന്റെ ഉള്ളിൽ ചെന്നു. അതിനോട് ബന്ധപ്പെട്ട് പ്രശ്നമായിരുന്നു. ഇതിന് കാരണക്കാരായ പത്രോസിനെ യോഹന്നാനെ പിടിച്ച് നടുവ് നിർത്തി ശാസിച്ചു, മിണ്ടരുത്, ഈ നാമത്തിൽ ഇവിടെ മിണ്ടിപ്പോകരുത്. ഇങ്ങനെ പീഡയേറ്റ ദൈവദാസന്മാർ പൊടുന്നനെ സഭയിൽ വന്ന് തങ്ങൾക്കുണ്ടായ പീഡയെപ്പറ്റി ആദിമ സഭയിൽ അറിയിച്ചു. അന്നേരം അവർ പറഞ്ഞു, നമുക്ക് മെമ്പറിനെ കാണാം, MLA കാണാം, MP കാണാം, നിനക്ക് വല്ല ഗുണവും വരുന്ന മോളിൽ നിന്നാണ്. ആണെന്ന് എടാ, ഉന്നതന് മീതെ ഒരു ഉന്നതനുണ്ട്, അവന് മീതെ അത്യുന്നതൻ ജാഗരിക്കുക. നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നവൻ ദൈവമാണ്. ഇഷ്ടപ്പെട്ട പാർട്ടിക്ക് വോട്ട് കൊടുത്തു, പക്ഷേ നിനക്ക് വേണ്ടി വ്യവഹരിക്കുന്നവൻ ദൈവമാണ്. അപ്പൊ ശ്രദ്ധിക്കുക, ഇവര് ചെന്ന് കാര്യം പറഞ്ഞപ്പോൾ ഒരുമനപ്പെട്ട് പ്രാർത്ഥിച്ചപ്പോൾ 2-ാം സങ്കീർത്തനം ഉച്ചരിച്ചാ പ്രാർത്ഥിച്ചത്. 4:23 മുതൽ എന്ന് വായിച്ചേ. അപ്പോസ്തല പ്രവൃത്തി 4-ാം അധ്യായത്തിന്റെ 23 അല്ലേ, ഒന്ന് വായിച്ചേ. ശേഷം അത് തന്നെ അടുക്കൽ ചെന്നു. മഹാപുരോഹിതന്മാരും മൂപ്പന്മാരും തങ്ങളോട് പറഞ്ഞത് എല്ലാം അറിയിച്ചു. അത് കേട്ടിട്ട് അവർ ഒരുമനപ്പെട്ട് ദൈവത്തോട് നിലവിളിച്ച് പറഞ്ഞത്, ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ള സകലവും ഉണ്ടാക്കിയ നാഥനെ
ജാതികൾ ഇത് കലഹിക്കുന്നു. 2-ാം സങ്കീർത്തനം 1-ാം വാക്യമാണ്. വിട്ടയച്ച ശേഷം അവർ കൂട്ടാളികളുടെ അടുക്കൽ ചെന്ന മഹാപുരോഹിതന്മാരും മൂപ്പന്മാരും തങ്ങളോട് പറഞ്ഞതെല്ലാം അറിയിച്ചു. ഇത് കേട്ടിട്ട് അവർ ഒരുമനപ്പെട്ട് ദൈവത്തോട് നിലവിളിച്ച് പറഞ്ഞത്, ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ള സകലതും ഉണ്ടാക്കിയ നാഥനെ. അടുത്ത വാക്യം, ജാതികൾ കലഹിക്കുന്നു. ഇത് 2-ാം സങ്കീർത്തനം 1-ാം വാക്യം ഉരുവിടുക. ജാതികൾ കലഹിക്കുന്നതും വംശങ്ങൾ വ്യർത്ഥമായത് നിരൂപിക്കുന്നത് എന്ത്? ഭൂമിയിൽ രാജാക്കന്മാർ അണിനിരക്കുകയും അധിപതികൾ കർത്താവിന് വിരോധമായും അവന്റെ അഭിഷേകത്തിന് വിരോധമായി ഒന്നിച്ചു കൂടുകയും ചെയ്തിരിക്കുന്നു എന്ന് നിന്റെ ദാസനായ ദാവീദ് മുഖാന്തരം പരിശുദ്ധാത്മാവിനാൽ. അപ്പൊ തെളിഞ്ഞു ഈ 2-ാം സങ്കീർത്തനം ദാവീദാ. ഇനി ഇത് ഓർഡറിൽ തന്നെ 2 കൊണ്ട് വാക്യം. ഈ 2-ാം സങ്കീർത്തനം എഴുതിയത് ദാവീദാ. ഓർഡർ പഠിക്കുമ്പോഴും ഇത് 2-ാം സങ്കീർത്തനമാണ്. അത് പൗലോസ് തെളിയിക്കുന്നുണ്ടല്ലോ. പൗലോസിന്റെ പ്രസംഗവേളയിൽ എല്ലാം എടുക്കുന്നില്ല, അല്ലല്ല 13:30 ഒന്ന് വായിച്ചേ. അപ്പോസ്തല പ്രവൃത്തി 13:30 പെട്ടെന്ന് വായിര്, ഓടിച്ചു വായിര്. ദൈവമോ അവനെ മരിച്ചവരിൽ ഉയർത്തെഴുന്നേൽപ്പിച്ചു. ദൈവമോ അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് പറഞ്ഞാൽ 2-ാം സങ്കീർത്തനത്തിന്റെ 7-ാം വാക്യം കൂടെ വായിച്ചെങ്കിലേ ഇത് ശരിയാകുള്ളൂ. ആദ്യം 2:7 വായിച്ചേ. 2:7 ഞാനൊരു നിർണയം പ്രസ്താവിക്കുന്നു. യഹോവ എന്നോട് അരുളി ചെയ്തത്, നീ എന്റെ പുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു. ഇത് മശികേയ സങ്കീർത്തനമാണ്. അപ്പൊ 2:7 പറയുക, നീ എന്റെ പുത്രൻ, ഇന്ന് ഞാൻ നിന്നെ എന്ന് പറഞ്ഞാൽ യേശു വീണ്ടും ജനിച്ചെന്നല്ല അതിന്റെ അർത്ഥം. ഒറ്റ വാക്ക് പറഞ്ഞാൽ പൗലോസ് തെളിയിച്ചത് മരിച്ചവരിൽ നിന്ന് ആദ്യം ജനിച്ചവൻ. ആ വിഷയമാണ് 30-ാം വാക്യത്തിൽ തെളിയിക്കുന്നത്. വായിര് 13:30 മുതൽ. ദൈവമോ അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു. അവൻ തന്നോടുകൂടെ ഗലീലിൽ നിന്ന് യെരൂശലേമിലേക്ക് വന്നവർക്ക് ഏറിയ ദിവസം പ്രത്യക്ഷനായി. അവർ ഇപ്പോൾ ജനത്തിന് മുൻപാകെ അവന്റെ സാക്ഷികളാകുന്നു. ദൈവം പിതാക്കന്മാരോട് ചെയ്ത വാഗ്ദത്തം യേശുവിനെ ഉയർത്തെഴുന്നേൽപ്പിച്ചതിനാൽ മക്കൾക്ക് നിവർത്തിച്ചിരിക്കുന്നു എന്ന് ഞങ്ങൾ നിങ്ങളോട് സുവിശേഷിക്കുന്നു. നീ എന്റെ പുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചു എന്ന 2-ാം സങ്കീർത്തനം. അപ്പൊ ക്ലിയറായി 2 തന്നെയാണ്, തെറ്റിയിട്ടില്ല. 1, 2 ഇത് 2-ാം സങ്കീർത്തനമാണെന്ന് പൗലോസ് തെളിയിക്കുകയും ചെയ്തു. ആ 7-ാം വാക്യം അവൻ യേശു വീണ്ടും ജനിച്ചെന്നുള്ളതല്ല, അവൻ മരിച്ചവരിൽ നിന്ന് ഏകജാതനായി അവിടുന്ന് ഉയർത്തെഴുന്നേറ്റു. ദൈവത്തിന് മഹത്വം. ഈ സങ്കീർത്തനത്തിന് വളരെ പ്രാധാന്യമുണ്ട്. അപ്പോൾ 2-ാം സങ്കീർത്തനം ദൈവത്തിന്റെ ദാസനാകുന്ന ദാവീദ് എഴുതിയ സങ്കീർത്തനമാണ്. 1-2 കാര്യം പറഞ്ഞ ഭാഗം വിടാം. ഇവരെല്ലാം ബൈബിൾ സ്കൂളിൽ പഠിപ്പിക്കുന്നവരും വേറെ വിഷയത്തിൽ അഗാധ ജ്ഞാനമുള്ളവരാ. ഞാൻ എന്തെങ്കിലും തെറ്റിക്കുകയാന്ന് ക്ഷമിക്കണേ, ക്ഷമിച്ച് ദൈവത്തിന് മഹത്വം. അപ്പോൾ ഇവിടെ ഈ 2-ാം സങ്കീർത്തനത്തിന്റെ പശ്ചാത്തലം വേദപഠിതാക്കൾ പറയുന്നത്, ദാവീദായി ഇത് എഴുതിയത്. ഇതിന്റെ പശ്ചാത്തല ഭാഗം ഇസ്രായേലിലെ 2-ാമത്തെ രാജാവായി ദൈവം ദാവീദിനെ അഭിഷിക്തനായി നിയമിച്ചു, അവരോധിച്ചു. അപ്പൊ ദാവീദ് രാജാവായി കഴിഞ്ഞപ്പോഴാണ് കാര്യങ്ങൾക്കെല്ലാം ഒരു ക്രമീകരണം ഉണ്ടാകുന്നത്. തന്നെയല്ല പെട്ടകമൊക്കെ ദാവീദാ കൊണ്ടുവന്നത്. ഇങ്ങനൊരു വാക്യമുണ്ട്, ശൗലിന്റെ കാലത്ത് അതിന് ഗണ്യമാക്കില്ല. പുള്ളിക്കാരൊന്നും നേരവും ഇല്ല. പുള്ളി എപ്പോഴും ഇങ്ങനെ ഈ മാതളപ്പഴമൊക്കെ തിന്ന് കാറ്റുമൊക്കെ കൊണ്ട് ഇങ്ങനെ പരുവക്കേടി കിടക്കും. നാദ ഭൂതവാ. 14:1 വായിച്ചേ. ശമൂവേലിന്റെ 1-ാം പുസ്തകം 14:1. ഇന്ന് വാക്യം വായിച്ച് ചൂപ്പാട് വരും ചടികടാന്ന് വായിക്കണം, ഒരുങ്ങിയിരുന്നോണം. ഒരു ദിവസം ശൗലിന്റെ മകൻ യോനാഥാൻ തന്റെ ആയുധവാഹകനോട് വരിക. ആയുധവാഹകനായ ബാല്യക്കാരനോട് വരിക, നാം അങ്ങോട്ട് ഫെലിസ്ത്യരുടെ പട്ടാളത്തിന് നേരെ ചെല്ലുക എന്ന്. പട്ടാളത്തിന് നേരെ നമുക്ക് ചെല്ലണം. അടുത്തത് അവൻ അപ്പനോട് പറഞ്ഞില്ല. യോനാഥാൻ അപ്പനോട് പറഞ്ഞില്ല, ശൗലിനോട് പറഞ്ഞില്ല. അടുത്തത് ശൗൽ ഗിബെയയുടെ അതിരിങ്കൽ മിഗ്രോനിലെ മാതള നാരകത്തിന് കീഴിലിരിക്കുക. മാതളങ്ങയൊക്കെ അടിച്ച് പെരുത്ത് തോടുമെല്ലാം തേനകത്ത് ചാലിച്ച് കവളയിൽ കരിമങ്ക കളയാൻ ആർക്കും ഒന്നും അറിയാൻ മേല, എല്ലാം പരിശുദ്ധര്.
ജ്യൂസും ഒക്കെ അടിച്ച് പുള്ളി ഇങ്ങനെ ഇരിക്കുക, കാറ്റുമൊക്കെ കൊണ്ട് പെലിസ്ത്യ പട്ടാളം കയറി ദേശം കൈയടക്കുക. അതെ, ഇയാൾ പുള്ളിക്കുന്നൊന്നും വിഷയമല്ല. അതിന് കാരണമുണ്ട്. 18:11 മുതലൊന്ന് വായിച്ച്, ശാമുവേലിന്റെ 1-ാം പുസ്തകം 18:11 മുതൽ, കണ്ണിക തുടങ്ങുന്നത് മുതൽ. പിറ്റേന്നാൾ ദൈവത്തിന്റെ പക്കൽ നിന്നുള്ള ദുരാത്മാവ് ശൗലിന്റെ മേൽ വന്നു. അതാ പുള്ളി ഇതൊന്നും ഗണ്യമാക്കാത്ത. പിറ്റേന്നാൾ ദൈവത്തിന്റെ പക്കൽ നിന്ന് ദുരാത്മാവ് ശൗലിന്റെ മേൽ വന്നു. ഉറഞ്ഞു പറഞ്ഞെന്ന് അടുത്ത വാക്യം വായിര്. അവൻ അരമനയ്ക്കകത്ത് ഉറഞ്ഞു പറഞ്ഞു. എന്തുവാ പറഞ്ഞെന്നുള്ളത് നമുക്ക് പൊതുവെ പറയാനൊക്കത്തില്ല. മിക്കവാറും അങ്ങനെയൊക്കെ നമ്മുടെ ആൾക്കാരും ഉണ്ട്. ഉറഞ്ഞു പറയുന്ന ആളെ കമ്മിറ്റി കൂടുമ്പോഴാണ് കണ്ടവാന് എന്നൊക്കെ ഭൂതവാ. ദൈവത്തിന്റെ പക്കം ദുരാത്മാവ് ഇവന്റെ മേൽ ബാധിച്ച് ഇവൻ അരമനക്കകത്ത് ഉറഞ്ഞു പറയുക, പിച്ചുമ്പേയുമൊക്കെ ആയി പറയാൻ. അപ്പൊ അതുകൊണ്ട് പുള്ളിക്ക് ഈ പെട്ടകമൊന്നും വലിയ വിഷയമല്ല, ഗണ്യമാക്കുന്നില്ല. അതുകൊണ്ട് പുള്ളി മിഖരോനിൽ മേദളനാരകത്തിന്റെ കീഴിൽ പോയി ഇരിക്കുക. പക്ഷെ യോനാഥാൻ അങ്ങനല്ല, മിടുക്കനാ, അവൻ നേരെ അങ്ങോട്ട് പോയി. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ, എന്നാൽ ദാവീദിന്റെ കാലത്തായി ഇതിനെല്ലാം ഒരു ക്രമീകരണം വരുത്തുന്നത്. മില്ലോ പണിതു, സംഭാര നഗരം പണിതു, കോട്ട പണിതു, ആഭ്യന്തരത്തെ സുസജ്ജമാക്കി. പിന്നീട് മുൻപോട്ട് പഠിച്ചു വരുമ്പോൾ ആരാധനയ്ക്ക് ഒരു ക്രമീകരണം വരുത്തി, പാട്ടുകാരെ നിയമിച്ചു, ആസാഫിനെ തലവനാക്കി, പുരോഹിതന്മാരെ കൂറിന്റെ ക്രമത്തിൽ, അബിയാക്കൂർ മുതൽ സെക്കറിയ കൂർ വരെ 24 കൂറിന്റെ ക്രമത്തിൽ ശുശ്രൂഷക്കാരെ നിയമിച്ചു, എല്ലാത്തിനും ഓർഡറാക്കി. ഇതെല്ലാം ക്രമീകരണം വരുത്തിയിട്ട് ദാവീദ് പറഞ്ഞു, ഞാൻ സിയോൻ കോട്ട പിടിക്കാൻ വരുവാന്ന് പറഞ്ഞു. സിയോൻ കോട്ട, അന്ന് സിയോൻ കോട്ടയ്ക്കകത്ത് യബൂസ്യരാണ് കുടുങ്ങിയിരിക്കുന്നത്. അപ്പൊ ദാവീദ് സിയോൻ കോട്ട പിടിക്കാൻ വരുന്നെന്ന് പറഞ്ഞപ്പോൾ അന്ന് സിയോൻ കോട്ടയ്ക്കകത്തുള്ള യബൂസ്യരെല്ലാം കൂടെ പറഞ്ഞ്, ദാവീദ് ഇവിടെ കിടക്കത്തില്ല. അതിനാ അവനതിനുള്ള കെൽപ്പും കടയൊന്നുമില്ല, പിന്നെ അവനിവിടെ വരികയല്ലെന്ന് പറഞ്ഞു. അതെന്നാ, എടാ അവനിവിടെ വന്നാൽ നമ്മൾ ആരോഗ്യമുള്ളവരാരും പോകണ്ട, ഇവിടുത്തെ ഞൊണ്ടന്മാരെ അങ്ങോട്ട് വിട്ടാൽ മതി. ഇവിടുത്തെ ഞൊണ്ടനുള്ളതേ ഉള്ളൂ ദാവീദ്. തന്നെയല്ല, കണ്ണ് കാണുന്ന ഒന്നും പോകണ്ട, പൊട്ടക്കണ്ണന്മാരെ വിട്ടാൽ മതി, കണ്ണ് കാണാത്തന്നെ അടിക്കാനുള്ളതേ ഉള്ളൂ ദാവീദ്. ഇവിടുത്തെ മുടന്തന്മാരും കുരുടന്മാരും വായിച്ച് 5:5 വായിര്. 5:5 ശാമുവേലിന്റെ 2-ാം പുസ്തകം 5:5 പെട്ടെന്ന് വായിര്. അവൻ ഹെബ്രോനിൽ യഹൂദയ്ക്ക് 7 സംവത്സരം, ഹെബ്രോനിലെ 7 വർഷവും എല്ലാ ഇസ്രായേലിനും കൂടെ ഒരു 33, അങ്ങനെ 33 7 40. ഇനി അടുത്ത വാക്യം വായിര്. രാജാവും അവന്റെ ആളുകളും യെരൂശലേമിലേക്ക് ആ ദേശത്ത് നിവാസികളായ യെബൂസ്യരുടെ നേരെ പുറപ്പെട്ടു. ആ ദേശത്തിലെ നിവാസികളാകുന്ന യെബൂസ്യരുടെ നേരെ പുറപ്പെട്ടു. അപ്പൊ ഈ കനാനിൽ കുടിയിരിപ്പ് ശക്തികൾ ഒത്തിരി ഉണ്ട്. ഹിർവ്യരുണ്ട്, അർഗ്യരുണ്ട്, പെരിസരുണ്ട്, യബൂസ്യരുണ്ട്, അമോര്യരുണ്ട്, ഹിത്യരുണ്ട്, പല വകുപ്പുകളാണ്. ഇതെല്ലാം ഇങ്ങനെ കുത്തിയിരിക്കുക, യാതൊരു ഗുണവും ഇല്ല. നമ്മുടെ യോഗത്തിന് വന്ന് വെറുതെ കുത്തിയിരുന്നേച്ച് പോകുന്ന ആൾക്കാരുണ്ട്. ഒരു കൈ അടിക്കാട്ട്, പാട്ട് പാടുകാട്ട്, സ്വപ്ന വന്ന് യബൂസ്യൻ ഇരിക്കും പോലെ. അപ്പൊ ഇത് കുത്തിയിരിപ്പ് കേസാണ്. നമ്മൾ റോഡൊക്കെ പോകുമ്പോൾ വെറുതെ ഇരിക്കുന്ന ആൾക്കാരെ കണ്ടിട്ടില്ലേ? ഒരു ജോലി ആൾക്കാരെ എല്ലാം കൊണ്ട് വിടുന്നതാണ്. കുത്തിയിരിപ്പ് കേസ് ഒത്തിരി ഉണ്ട്. ചില സ്ത്രീകളും അങ്ങനെ ചുമ്മാ സിറ്റൗട്ടിൽ കയറിയിരിക്കുക, എന്തെല്ലാം ജോലിയുണ്ട്, ഒരു ഗുണവുമില്ല. അപ്പൊ ഇവിടെ യെബൂസ്യരെ കുടുങ്ങിയിരിക്കുക ഈ സിയോൻ കോട്ടയ്ക്കകത്ത്. അപ്പോൾ ദാവീദ് അങ്ങോട്ട് പോകുക സിയോൻ കോട്ട പിടിക്കാൻ. അടുത്ത വാക്യം. ദാവീദിനവിടെ കടപ്പാൻ കഴിയില്ല എന്ന് വെച്ച്, ദാവീദിനവിടെ കടപ്പാൻ കഴിയുകയില്ല എന്ന് വെച്ച് അവർ ദാവീദിനോട് നീ ഇവിടെ കടക്കയില്ല, നീ ഈ യെരൂശലേമിൽ കയറുകയല്ല, സിയോൻ കോട്ടയിൽ കയറുകയല്ല. കാരണം നിന്നെ തടുപ്പാൻ കുരുടരും മുടന്തരും മതി എന്ന് പറഞ്ഞു. നിന്നെ തടുക്കാൻ മുടന്തന്മാരും കുരുടന്മാരും മതി എന്ന് പറഞ്ഞ ആക്കമുള്ള ഒറ്റ ഒരുത്തം വേണ്ട, ആക്കമില്ലാത്തവനെ ഉള്ളു. നീ കണ്ണ് കാണുന്നവനൊന്നും നിന്റെ നേരെ വന്നിട്ട് കാര്യമില്ല, കണ്ണുപൊട്ടനെ വിട്ടാൽ മതി, അതിനെ ഉള്ളെന്ന് നീ ആക്ഷേപിച്ചതാ. ചില തമ്മിൽ വഴക്കുണ്ടാക്കും പറഞ്ഞില്ല, ഞാൻ അതിനെ ഉപയോഗിച്ച അവനെ അവനെ ഞാൻ തല്ലാനില്ല, അല്ല അവൻ അടിക്കുമെന്ന് പറഞ്ഞ് ബില്ലെന്ന് കണ്ടു, അവനെ ബില്ലെന്നേ ഉള്ളു, ഞാൻ പുറം കൈക്ക് ഒരു തട്ട് കൊടുത്താ അതിനെ ഉള്ളു, പിന്നെ തല്ലാനില്ല. അത് ആക്ഷേപിക്കുന്നതാണ്. പണ്ട് നമ്മുടെ ഒരു ഉപദേശി വേറൊരു ഉപദേശിയെ പറ്റി പേരൊന്നും പറഞ്ഞില്ല. അപ്പം പറഞ്ഞു, അച്ചായ പുള്ളി നന്നായിട്ട് ദൈവവചനം പറയും, നല്ല അടുക്കടുക്കാട്ടോ, എന്തോ ഡീപ്പാ, ഈ പുള്ളിക്ക് ഇഷ്ടപ്പെട്ടില്ല, ഈ കൊമ്പ
ഉടനെ പുള്ളി പറയണേ എടാ, അപ്പോൾ ഈ നന്നായിട്ട് പറയുമെന്ന പുള്ളി വളരെ മെലിഞ്ഞ് നീളം കുറഞ്ഞ് പക്ഷെ നന്നായിട്ട് വചനം പറയും. മറ്റേ പുള്ളിക്ക് ഇച്ചിരി വണ്ണമൊക്കെ ഉണ്ട്. അപ്പോൾ പുള്ളിക്കത് ഇഷ്ടപ്പെട്ടില്ല. അപ്പം ഞങ്ങൾ പറഞ്ഞു വെച്ചാൽ അത് പുള്ളി നന്നായിട്ട് ദൈവം എടേ അവനൊരു വട്ട് സോഡ പൊട്ടിച്ച് കുടിക്കാനുള്ള കെൽപ്പുണ്ടോ എന്ന്. വട്ട് സോഡ പൊട്ടിക്കണമെങ്കിൽ ആക്ഷേപിച്ച് പറഞ്ഞതാണ്. അവനൊരു വട്ട് സോഡ പൊട്ടിച്ച് കുടിക്കാനുള്ള അവനാന്നോ ഡീപ്പായിട്ട് പറയുന്നത്. പുള്ളി ഓർത്തത് ആരോഗ്യം അനുസരിച്ചാ വചനം എന്ന് പറഞ്ഞ പോലെ ആക്ഷേപിച്ചതാണ്. ദാവീദ് ഇവിടെ കിടക്കത്തില്ല. ദാവീദ് ഇവിടെ കിടക്കാൻ ഇവിടുത്തെ മുടന്തന്മാരും കുരുടന്മാരും അത് തടുപ്പാൻ. അപ്പൊ ഈ പഴയ നിയമ പ്രമാണമായതുകൊണ്ട് പല്ലിന് പകരം പല്ലും കണ്ണിന് പകരം കണ്ണുമൊക്കെയാണല്ലോ. ദാവീദിന് ഇത് കേട്ടപ്പോൾ ശുണ്ഠിയും അരിശവും വൈരാഗ്യമൊക്കെ തോന്നി. അപ്പൊ ദാവീദ് പറഞ്ഞു, അങ്ങനെ ഒരു കാര്യം ചെയ്യുക, യബൂസിനെ പഠിക്കട്ടെ, ആദ്യം ഇവിടുത്തെ മുടന്തനെയും കുരുടനെയും തട്ടണം. സിയോൻ കോട്ടയ്ക്കകത്ത് ഒരൊറ്റ മുടന്തനും കുരുടനും ഇനി അടിച്ചു നിരത്താൻ പറഞ്ഞു. അങ്ങനെ അടിച്ചു നിരത്തി വന്ന കൂട്ടത്തിലായില്ല നമ്മുടെ മെബീബോശത്ത് ലോദേവാരി പോയത്. അയാൾ പേടിച്ച് രക്ഷപ്പെട്ടു. അപ്പൊ ചുരുക്കി പറഞ്ഞ യെബൂസ്യര് മൊത്തം ദാവീദിനെതിരെ ഇളകി. മാത്രമല്ല അധ്യായം പഠിച്ചു വരുമ്പോൾ ഫെലിസ്ത്യരും 2 വട്ടം ഇളകി. ഇനി അതിന്റെ എല്ലാ വാക്യം എടുക്കുന്നില്ല. 18-ാം വാക്യം വായിച്ചേ. 18:5-18. ദാവീദ് ആരെങ്കിലും യെബൂസിനെ തോൽപ്പിച്ചാൽ അവർ നീർപ്പാത്തിയിൽ കൂടി കയറി ദാവീദിന് വെറുപ്പായുള്ള മുടന്തരെയും കുരുടരെയും പിടിക്കട്ടെ എന്ന് പറഞ്ഞു. ആദ്യം മുടന്തരെയും കുരുടനെയും പിടിക്കാൻ. അപ്പൊ ഇത് കേട്ടപ്പോൾ യോനാഥാന്റെ മകനാകുന്ന ശൗലിന്റെ കൊച്ചുമാനാകുന്ന ദാത്രി എടുത്തുകൊണ്ട് ഓടിയപ്പോൾ 5 വയസ്സ് താഴെ വീണും മുടന്തനായ മെബീബോശത്ത് ഈ വാർത്ത കേട്ടാണ് രക്ഷപ്പെട്ട് ലോദേവാരിൽ അമ്മിയേലിന്റെ മകനാകുന്ന മാഖീരിന്റെ വീട്ടിൽ പോയത്. ഈ സന്ദർഭത്തിലാണ് പോയത്. അത് പോട്ടെ. അപ്പൊ ഈ മുടന്തരെയും കുരുടനെയും പിടിക്കാൻ പറഞ്ഞു. അടുത്ത വാക്യം വായിരേ. അതുകൊണ്ട് കുരുടരും മുടന്തന്മാരും അല്ലെന്ന് 18-ാം വാക്യം 5:18. ഫെലിസ്ത്യർ വന്ന് വരട്ടെ വായിക്കേ. രെഫായീം താഴ്വരയിൽ പരന്നു. അപ്പോൾ ദാവീദ് യഹോവയോട്, ഞാൻ ഫെലിസ്ത്യരുടെ നേരെ പുറപ്പെടണമോ? ഞാൻ ഫെലിസ്ത്യന്റെ നേരെ പുറപ്പെടണോ? അവരെ എന്റെ കയ്യിൽ ഏൽപ്പിച്ചു തരുമോ എന്ന് ചോദിച്ചു. അടുത്തത്, പുറപ്പെടുക, ഞാൻ ഫെലിസ്ത്യരെ നിന്റെ കയ്യിൽ ഏൽപ്പിക്കുമെന്ന്. പിന്നെ ബാഗാവൃക്ഷങ്ങളുടെ ഇടയിലെ അണിയണിയായി ശബ്ദമൊക്കെ കേട്ട ചരിത്രം അറിയാതെ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ യെബൂസ്യര് ഒന്നടങ്കം എതിർത്തു. ഫെലിസ്ത്യരും ദാവീദിന് വിരോധമായി ഒന്നിച്ചു കൂടി. ഇവരെല്ലാം കൂടെ കൂടിവെച്ച് പറഞ്ഞ് ഇവനെ വക വരുത്തണമെന്ന് പറഞ്ഞു. ആ സന്ദർഭത്തിലായി സങ്കീർത്തനം എഴുതിയത്. അതാ പറഞ്ഞത്, ജാതികൾ കലഹിക്കുന്നതും വംശങ്ങൾ വ്യർത്ഥമായത് നിരൂപിക്കുന്നു. ഫെലിസ്ത്യ ശക്തികൾ മുഴുവൻ, ഫെലിസ്ത്യൻ എന്ന് പറഞ്ഞാൽ ശപിക്കപ്പെട്ട ഇനമാ, എന്നാലും മൂപ്പ ശാപമാന്നേലും പിന്നെ അഹങ്കാരികളാ. ആരാ? പിന്നെ ഞാൻ വിവരിക്കുന്നില്ല. ഭയങ്കര അഹങ്കാരമാണ്. അത്താഴം വെക്കാനില്ലേ അഹങ്കാരത്തിന്. ഇത് നോഹയുടെ കൊച്ചുമക്കളാ ഫെലിസ്ത്യര്. നോഹയ്ക്ക് 3 മക്കളാ. ആരൊക്കെയാ? നോഹിന്റെ തനകരാം. ഇത് പാട്ടല്ല കേട്ടോ, ശ്ലോകമാണ്. നോഹിന്റെ തനകരാം യാഫെത്തും ശേമും ഹാമും മോഹനഗാത്രികളാം. അവർ തൻ ഭാര്യമാരും നോകും. നോകിന്റെ പക്കിനിയും വീടിന് കാവൽ നിൽക്കും കുക്കുരം. അത് പെട്ടകത്തിൽ കയറിയ ചരിത്രം പറയുക. അപ്പൊ നോഗയ്ക്ക് 3 മക്കളെ, ഷേം, ഹാം, യാഫത്ത്. ഷേമിന്റെ 10-ാം തലമുറയാ അബ്രഹാം. ഹാമിന്റെ വംശത്തിൽപ്പെട്ടതാണ് ഫെലിസ്ത്യര്. അമ്മാമയെ പെട്ടെന്ന് വായിക്കാമോ? പേരെന്തുവാ? വായിരു. ഉൽപ്പത്തി പുസ്തകം 10-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം 10:6, 10:13, 11:10, 12, 12, 14, 16, 18, 20, 22, 24, 26, 27 മുതൽ താഴോട്ട് ആദ്യം 10:1 വായിരും. നോഹയുടെ പുത്രന്മാരായ ശേം, ഹാം, യാഫത്ത്. നോഹയുടെ പുത്രന്മാരായ ശേം, ഹാം, യാഫത്ത് 3 മക്കള്. അതില് ഷേമിന്റെ വംശത്തിൽപ്പെട്ടതാണ് അബ്രഹാം. 11:10 വലത്തുവശത്ത് മേളിൽ 11:10 താളിഞ്ഞോട്ട് മറിച്ചു വെച്ച. ഷേമിന്റെ വംശപാരമ്പര്യമാവിത്. ഷേമിന്റെ വംശപാരമ്പര്യമാവിത്. ഷേമിന് 100 വയസ്സായപ്പോൾ ജലപ്രളയത്തിന് മുമ്പ് 2 സംവത്സരം കഴിഞ്ഞപ്പോൾ
അർപ്പക്ഷാദിനെ ജനിപ്പിച്ചു. 12-ാം വാക്യം അർപ്പക്ഷാദിന് 35 വയസ്സായപ്പോൾ അവൻ ശാലേഖനെ ജനിപ്പിച്ചു. 14-ാം വാക്യം ശാലേഖന് 30 വയസ്സായപ്പോൾ അവൻ ഏബരിനെ ജനിപ്പിച്ചു. 16-ാം വാക്യം ഏബരിന് 34 വയസ്സായപ്പോൾ അവൻ പെലേഗിനെ ജനിപ്പിച്ചു. 18-ാം വാക്യം പെലേഗിന് 30 വയസ്സായപ്പോൾ അവൻ രയൂവിനെ ജനിപ്പിച്ചു. 20-ാം വാക്യം രയൂവിന് 32 വയസ്സായപ്പോൾ അവൻ ഷെറൂഗിനെ ജനിപ്പിച്ചു. 22-ാം വാക്യം ഷെറൂഗിന് 30 വയസ്സായപ്പോൾ അവൻ നാഗോറിനെ ജനിപ്പിച്ചു. 24-ാം വാക്യം നാഗോറിന് 29 വയസ്സായപ്പോൾ അവൻ തേറകിനെ ജനിപ്പിച്ചു. 26-ാം വാക്യം തേറകിന് 70 വയസ്സായപ്പോൾ ആ. അവൻ അബ്രാം നാഹോർ ഹാരാൻ എന്നിവരെ ജനിപ്പിച്ചു. 27 തേരഹിന്റെ വംശപാരമ്പര്യമാവിത് തേരകന്റെ വംശപാരമ്പര്യമാവിത്. തേരഹ് അബ്രഹാമിനെ അബ്രഹാമെന്നില്ല. അബ്രാമിനെയും തേരക അബ്രാമിനെയും നാഗോറിനെയും ആരാനെ ജനിപ്പിച്ചു. ആരാൻ ലോത്തിനെ ജനിപ്പിച്ചു. എന്നാൽ ആരാൻ തന്റെ ജന്മദേശത്ത് വെച്ച് കൽദേരുടെ പട്ടണമായി ഊരിവെച്ച് തന്റെ അപ്പനാകുന്ന തേരകിന് മുന്നേ മരിച്ചുപോയി. അബ്രാമിന് നാഗോറും ഭാര്യമാരി എടുത്തു. അബ്രാമിന്റെ ഭാര്യയ്ക്ക് സാറായി എന്നും നാഗോറിന്റെ ഭാര്യയ്ക്ക് മിൽക്ക എന്നും പേര്. അടുത്തത് ഇസ്കായുടെയും അപ്പനായ ഹാരാന്റെ മകൾ തന്നെ. അടുത്തത് സാറാ മച്ചിയായിരുന്നു. സന്തതി ഒന്നും ഉണ്ടായിരുന്നില്ല. അടുത്തത് സാറായി മച്ചിയായി. അത് ഞാൻ പറഞ്ഞല്ലോ. അടുത്തത് പിന്നെ എന്തിനാ പറഞ്ഞത്? അവൾക്ക് സന്തതി ഉണ്ടായിരുന്നില്ല. തേരക്ക് തന്റെ മകനാകുന്ന അബ്രഹാമിനെയും തന്റെ ഹാരാന്റെ മകൻ തന്റെ പൗത്ര ലോത്തിനെയും തന്റെ മകനായ അബ്രഹാമിന്റെ ഭാര്യയായി മരുമകളാകുന്ന സാറായിയെ കൂട്ടിക്കൊണ്ട് കൽദയരുടെ ഒരു പട്ടണമായ ഊരിൽ നിന്ന് കനാൻ ദേശത്തേക്ക് യാത്രയാകുവാൻ പുറപ്പെട്ടു. അങ്ങനെ അവർ ഹാരാൻ വരെ വന്നവിടെ പാർത്തു. തേരകിന്റെ ആയുഷ്കാലം 205 സംവത്സരം. തേരക് ഹാരാനി വെച്ച് മരിച്ചു. പുള്ളി അവിടെ മരിക്കട്ടെ. അപ്പൊ ഇത് അബ്രാമ്യ പാരമ്പര്യമാണ്. നോഹയ്ക്ക് 3 മക്കൾ, ഷേം, ഹാം, യാഫത്ത്. അതിന്റെ ഷേമിന്റെ 10-ാം തലമുറ അബ്രഹാം. ആദാം മുതൽ നോഹ വരെ 10 തലമുറയും, നോഹ മുതൽ അബ്രഹാം വരെ 10 തലമുറയും, അബ്രഹാം മുതൽ ദാവീദ് വരെ 14, ദാവീദ് മുതൽ ബാബേൽ പ്രവാസം വരെ 14, ബാബേൽ പ്രവാസം മുതൽ ക്രിസ്തു വരെ 14 എന്നാ സാധാരണ കണക്ക്. സൂക്ഷ്മമായി പഠിച്ചാൽ വേറെ ചില കാര്യങ്ങളുണ്ട്. എന്തായാലും കൊള്ളാം. നോഹയ്ക്ക് 3 മക്കൾ, ഷേം, ഹാം, യാഫത്ത്. ഷേമിന്റെ 10-ാം തലമുറ അബ്രഹാം. ഇനി രണ്ടാമത്തവൻ ഹാം. ഹാമിന് 4 മക്കളാ. 10-6 വായിച്ച ഉൽപ്പത്തി 10-6. ഹാമിന്റെ പുത്രന്മാർ ക്രൂശ്, മിസ്രയീം, പൂത്ത്, കനാൻ. 4 പേര്. ഹാമിന്റെ പുത്രന്മാർ ക്രൂശ്, മിസ്രയീം, പൂത്ത്, കനാൻ. അത് രണ്ടാമത്തവൻ മിസ്രയീം. മിസ്രയീമിന് 6 പിള്ളേര്. 13-ാം വാക്യം മിസ്രയീമോ ലുദ്ദീം, അസാമീം, ലഹാബീം, അനാമീം. ആയിക്കോട്ടെ. എന്നാലും വായിച്ചു തരുന്നതിന് വലിയ ഉപകാരം. ദൈവം അനുഗ്രഹിക്കട്ടെ. മിസ്രയീമോ ലൂദി, അനാമീൻ, ലഹാബീൻ, അത്ലൂഗീൻ, പത്ലൂസീൻ, കത്ലൂസീൻ. 6 പേര്. അടുത്ത വാക്യം ഇവരിൽ നിന്ന് ഫെലിസ്ത്യർ ഉത്ഭവിച്ചു. ഇതാ ഫെലിസ്ത്യന്റെ ചരിത്രം. ഇങ്ങനെയുള്ള ഈ ഫെലിസ്ത്യൻ ഒന്നിച്ചു കൂടി. ഫെലിസ്ത്യന്റെ ചരിത്രം പഠിക്കുമ്പോൾ ഫെലിസ്ത്യന് 5 പട്ടണം, 5 ക്ഷേത്രം, 5 മല്ലൻ, 5 പ്രഭു, 5 ദൈവം എന്ന്. അതുകൊണ്ടൊക്കെ ആ വേറെ പഠിതാക്കൾ ചെല്ലു പറയുന്ന പുള്ളി പോയപ്പോൾ 5 കല്ലെടുത്തെന്ന്. സ്തോത്രം. നമുക്ക് ആ ഭാഗം വിട്ടേക്കാം. അപ്പൊ 5 എന്നുള്ള കണക്ക് ഫെലിസ്ത്യന്റെ കണക്കാ. അതുകൊണ്ട് ശമൂവേലിന്റെ 1-ാം പുസ്തകം 6-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. ശമൂവേലിന്റെ 1-ാം പുസ്തകം 6:17. ഫെലിസ്ത്യർ യഹോവയ്ക്ക് പ്രായശ്ചിത്തമായിട്ട് കൊടുത്തു വെച്ച പൊന്നുകൊണ്ടുള്ള മൂലക്കുരുക്കൾ അസ്തോദിന്റെ പേർക്കൊന്ന്, ഗസയുടെ പേർക്കൊന്ന്, അസ്കലോന്റെ പേർക്കൊന്ന്, ഗത്തിന്റെ പേർക്കൊന്ന്, യക്രോന്റെ പേർക്കൊന്ന്. 5 അത് 5 പട്ടണമാണ്. ഇനി 5 പ്രഭു. ആ 18-ാം വാക്യം വായിച്ചേ. 5 പ്രഭു 18. പൊന്നുകൊണ്ടുള്ള ഉറപ്പുള്ള പട്ടണം നാട്ടുപുറങ്ങളിലെ പൊന്നുകൊണ്ടുള്ള എലികൾ. അതിന് എലിയോട് വലിയ താല്പര്യമില്ലെന്ന് തോന്നില്ലയോ? എലിപ്പനി വരും, അതുകൊണ്ടായിരിക്കാം. എന്നാലും വായിച്ചോ. പൊന്നുകൊണ്ടുള്ള എലികൾ. എന്നാളൊരാൾ വെച്ച് പൊന്നുകൊണ്ടുള്ള എലിയുടെ ഇരിപ്പ് കണ്ടാൽ മിക്കാറും പൊന്നുകൊണ്ട് തന്നെ. ആ പൊന്നുകൊണ്ടുള്ള എലികളും ഉറപ്പുള്ള പട്ടണങ്ങളും നാട്ടിൻപുറങ്ങളിലെ ഗ്രാമങ്ങളുമായി. അടുത്തത് 5 പ്രഭുക്കന്മാർ. അപ്പോൾ ഫെലിസ്ത്യർക്ക് 5 പ്രഭു, 5 ദൈവം, 5 പട്ടണം, 5 ക്ഷേത്രം, 5 മല്ലൻ. ഇവരെല്ലാം കൂടെ ഒന്നിച്ചു. ഈ 5 പട്ടണത്തിലെയും ഫെലിസ്ത്യർ ഒന്നിച്ചു. സിയോൻ കോട്ടയ്ക്കകത്തിരുന്ന യബൂസ്യർ ഒന്നിച്ചു.
ഇവരെല്ലാം കൂടെ ഒറ്റക്കെട്ട ചരട് പിടിച്ചതുപോലെ ഒറ്റക്കെട്ടായിട്ട് നിന്നേച്ച് പറഞ്ഞു ദാവീദിനെ വകവരുത്തണമെന്ന്. എൻ്റെ വേലക്കാരോടും ബഹുമാന്യ കർത്തദാസന്മാരോട് പറയാ, ഞാൻ നിങ്ങളോട് പറയണ്ട, നിങ്ങൾക്കെല്ലാം അറിയാം. നിനക്കെതിരെ ആര് ചരട് പിടിച്ചാലും, ആര് കരകൾ ഒരുക്കിയാലും, ആര് നിരൂപിച്ചാലും, ദൈവം നിന്നെ ഉയർത്താൻ പദ്ധതി ഇട്ടിട്ടുണ്ടെങ്കിൽ, ദൈവം നിന്നെ ആദരിക്കാൻ പദ്ധതി ഇട്ടിട്ടുണ്ടെങ്കിൽ, ജാതികളുടെ നിരൂപണങ്ങളെ ദൈവം വ്യർത്ഥമാക്കും. പ്രൈസ് ദി ലോർഡ്. അനുഭവിക്കുന്ന ദൈവമക്കൾ ഇന്ന് രാത്രി ദൈവത്തിന് മഹത്വം കൊടുക്കുക.